കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് 7 മണിക്ക് 5 മണിക്കെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി സാമൂഹിക വിരുദ്ധരായി കാണുന്നൊരു വ്യക്തിയാണെന്ന് തോന്നുന്നു. എല്ലാത്തവരൊന്നും ഇത്രയും പാവം ചെയ്യും തോന്നുന്നില്ല. കാരണം 5 കുടുംബങ്ങൾ, അതിനോട് അനുബന്ധമായിട്ടുള്ള ഒട്ടനവധി രോഗികളായ കുടുംബങ്ങളും ജീവിക്കുന്ന ഈ 5 തട്ടുകളെ കൊണ്ടാണ്. ഇന്നലെ നാഷണൽ ഹൈവേൻ്റെ ആൾക്കാർ വന്നു, അവരുമായി സഹകരിച്ചുകൊണ്ട് തന്നെ പിന്നോട്ടേക്ക് കെട്ടുകയും ചെയ്തു. അതിനുശേഷം ഒരു വ്യക്തി തൊട്ടടുത്ത് ഒരു തട്ടുകട ഉണ്ട്, അത് പഞ്ചായത്ത് അംഗീകാരം നൽകിയാമെന്ന് പറഞ്ഞ് ഇതൊക്കെ പൊളിച്ച് മാറ്റണം, ഇവിടെ വെഹിക്കിൾ വന്ന് വാഹനങ്ങൾ വന്ന് ഇറങ്ങുന്നവൾ മൂത്രം വഹിക്കുന്നു, മലിനീകരണമാക്കുന്നു എന്നൊക്കെ ആരോപണം പറഞ്ഞുകൊണ്ട് മദ്യത്തിൻ്റെ ലഹരിയിലോ അല്ല മറ്റെന്തോ ലഹരിയിലോ എന്നറിയില്ല, ഈ തട്ടുകട അടിച്ച് പൊളിച്ച് തകർക്കുകയാണ്. അങ്ങനെ നാട്ടുകാരിൽ ആരോ പോലീസിനെ വിളിച്ചു, പോലീസ് വന്നു, അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ പേരിൽ ഞാൻ ഇന്ന് പോലീസ് സ്റ്റേഷനായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കേസെടുക്കുന്നതിന് അറിയാൻ സാധിച്ചു. അതിനുശേഷം അദ്ദേഹം ഇറങ്ങി വന്നിട്ട് കുറച്ച് അവരുടെ പാർട്ടിൻ്റെ ആൾക്കാരാണ്, പാർട്ടിയൊന്നും ഞാൻ പറയുന്നില്ല, അത്തരം പാർട്ടിക്കാരൊന്നും ചെയ്യുന്ന പ്രവർത്തനം പാടില്ലാത്തതാണ്. ആ പാർട്ടിൻ്റെ ആൾക്കാരെയും കൂട്ടി വന്ന് നാളെ ഇത് കത്തിച്ച് ചാമ്പലാക്കും എന്നൊക്കെ പറഞ്ഞു. 2 വനിതകളാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നത്. ഒന്ന് എൻ്റെ അരിയത്ത് നിൽക്കുന്ന ഇസ്മായിലിക്കാണ്, വികലാംഗനാണ്. അദ്ദേഹം ഇവിടെ മുട്ടായും വെള്ളമാണ് ഇത് വിറ്റ് കുടുംബം പുലർത്തുന്നത്. ഒന്ന് സിമിത രതീഷ്, അതുപോലെ ദിവ്യയും. ആ 2 വീട്ടിലും അംഗവൈകല്യത്തിന് ബുദ്ധിമുട്ടുള്ള 2 പിഞ്ചു കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടിയാണ് അവർ ഈ തട്ടുകട നടത്താൻ വേണ്ടി ഈ റോഡ് വക്കിലേക്ക് രാത്രിയോളം കാത്തിരുന്ന് ഉപജീവന മാർഗം തേടിയിരുന്നു. അവരോട് മാനുഷികമായ ഒരു പരിഗണന പോലും നൽകാതെ അവരെ വ്യക്തിപരമായി ഛേദോപനം ചെയ്യുന്ന രീതിയിൽ അവരെ നിരന്തരമായി ശല്യപ്പെടുത്തുക, പൊളിച്ചു മാറ്റണമെന്ന് പറയുക, പൊളിച്ചു മാറ്റിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ പൊളിച്ചു മാറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജീവന് തന്നെ ഭീഷണിയായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവരിന്നലെ വൈകുന്നേരം പോയിട്ട് 5 ആളും കൂടി ചോമ്പാൽ SIക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ഇതുവരെ സ്റ്റേഷനിലായിരുന്നു, SIനോട് പറഞ്ഞ കാര്യങ്ങൾ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഇന്ന് എല്ലാ രംഗത്തും മോഡിജി തന്നെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരും വയ്യോര കച്ചവടക്കാരെ ചേർത്ത് പിടിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് പോകുന്നത്. അവർക്ക് വേണ്ടി ലോണുകൾ നൽകുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അത്തരം ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാർ ഈ വയ്യോര കച്ചവടക്കാർ വയ്യാതാരമാക്കുന്ന രീതിയിലുള്ള സമീപനത്തിന് പിന്മാറണമെന്നാണ് വിനയത്തോട് INTCക്ക് തട്ടുകട തൊഴിലാളികൾക്ക് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത്. ഈ അക്രമം തുടരുകയാണെങ്കിൽ അതിനെതിരായ ശക്തമായ പ്രക്ഷോഭവുമായി ജീവൻ മരണ പോരാട്ടം നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. ആരെയും വെല്ലുവിളിക്കുന്നതല്ല, ആരോടും ഞങ്ങൾക്ക് പ്രത്യേക ഒരു മമതയില്ല, വിദ്വേഷവുമില്ല. പക്ഷെ ജീവിക്കാൻ വേണ്ടിയാണ് ഞങ്ങളെ വാറ്റത്തടിക്കുന്ന രീതിയിൽ, ഞങ്ങളെ ദ്രോഹിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനത്തിൽ നിന്ന് ഏത് വ്യക്തികളാണോ അവർ പിന്മാറണമെന്ന് വിനയത്തോട് അഭ്യർത്ഥിക്കുകയാണ്. 5 കുടുംബമല്ല, 5 കുടുംബങ്ങളാണ് ഇവിടെ നഷ്ടപ്പെട്ടു പോകുന്നത്. അവരാണ് വയ്യാതരമാകുന്നത്. ഇവർക്കൊന്നും വേറൊരു സ്ഥലത്ത് പോയിട്ട് ഒരു കച്ചവടം ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമില്ല. 3-4 വർഷം നാഷണൽ ഹൈവേൻ്റെ പണിയായതുകൊണ്ട് ജോലി ഇല്ലാതെ പട്ടിണി പരിഭവമായി കഴിഞ്ഞവരാണ്. ഇപ്പോൾ ഒന്ന് പിച്ച വെച്ച് വരുന്ന സമയത്താണ് ഇത്തരം സാമൂഹ്യ വിരുദ്ധരായ ആളുകൾ വന്നിട്ട് മാറ്റണം, പൊളിക്കണോ, അടിച്ച് പൊളിക്കൂ എന്നൊക്കെ പറയുന്നത്. ഇതിന് നിയമപരമായ നടപടി സ്വീകരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ചോമ്പാൽ ഉദ്യോഗസ്ഥന്മാരോടും പോലീസ് അധികാരികളോടും ബന്ധപ്പെട്ട പഞ്ചായത്ത് അധികാരികളോടും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഈ പ്രദേശത്തെ നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ നാട്ടുകാരും ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഈ സഹോദരങ്ങളൊപ്പം നിങ്ങളും കൈകോർക്കണം. അവരെ ജീവിക്കാൻ വേണ്ടി അനുവദിക്കാനുള്ള സാഹചര്യം സർവ്വകക്ഷിയിൽ കൂടി നിങ്ങൾ ഉണ്ടാക്കിത്തരണമെന്ന് INTC തട്ടുതട തൊഴിലാളി യൂണിയനുക്ക് വേണ്ടി വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവരുടെ അനുഭവങ്ങൾ അവരിവിടുന്ന് പറഞ്ഞു.
ഒരു സുഖമില്ലാത്ത മോനും 2 പെൺകുട്ടികളായിട്ട് ഞാൻ കഷ്ടപ്പെട്ട് ജീവിക്കുക. ഞാൻ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ജീവിച്ചോട്ടെ. നമ്മൾ രാത്രി ഉറക്കല്ല ഒഴിഞ്ഞിട്ട് ജീവിക്കണമെങ്കിൽ അത്രയും കഷ്ടപ്പാടുണ്ടല്ലേ. ആരും ഇടങ്ങാറാക്കാണ്ട് കഷ്ടപ്പെട്ട് ഞങ്ങൾ ജീവിക്കുന്നവരെ ഇടങ്ങാറാക്കാണ്ട് നിൽക്കണം, അത്രേ പറയാനുള്ളൂ. നമ്മൾ ജീവിച്ചോട്ടെ, എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. ഒരു 20 വയസ്സുള്ള ഒരു മോനാ, കണ്ണിന് കാഴ്ചയില്ല, ബുദ്ധിയില്ല. എൻ്റെ മോനെ പഠിച്ച സ്കൂളിൽ പോയിട്ട് ഇതാക്കുന്നതാ. ഒരു മോള് +1 പഠിക്കുന്നത്, പിന്നെ രണ്ടാമത്തെ മോള് പിന്നെ 5ാം ക്ലാസ് പഠിക്കുന്നത്. 4 ദിവസമായി ഒരു സ്കൂൾ വരെ ഇങ്ങനെ ഇടങ്ങാറാക്കുന്നതിൻ്റെ പേരിൽ എനിക്ക് മക്കൾ കരഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം ഇങ്ങനെ ഓരോന്ന് വരുന്നത് കൊണ്ട് പേടിച്ചിട്ട് ഒരു സ്കൂൾ വരെ പോകാണ്ട് എൻ്റെ കൂടെ ഒപ്പം തന്നെ ഉണ്ട്. ഒരു സ്കൂൾ വരെ പോകുന്നില്ല പേടിച്ചിട്ട്. ഈ ഒരു പിന്നെ കച്ചവടം കൊണ്ട് ഞങ്ങൾ പിന്നെ ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് ആരും ഇടങ്ങാറാക്കണം, ഞാൻ ജീവിച്ചു പോകണമെന്നേ ഉള്ളൂ. ഓ, പഞ്ചായത്തുകാർ നമ്മളോട് പിന്നെ അങ്ങനെ ഒന്നും പറഞ്ഞില്ല. ഈ റോഡിൻ്റെ ഇവർ പറഞ്ഞ് 3 മീറ്റർ വിട്ട് കെട്ടണം എന്ന് പറഞ്ഞ് അതിനനുസരിച്ച് നമ്മൾ 3 മീറ്റർ വിട്ട് കെട്ടിയതാണ്. അതിനുശേഷം പിന്നെ രാത്രിയല്ലല്ലോ, വൈകുന്നേരം വന്നിട്ട് ഒരു 5 മണിക്ക് വന്നിട്ട് പിന്നെ നല്ല കുടിച്ചിട്ട് വന്നിട്ട് ഒരാൾ വന്നിട്ട് പിന്നെ ഇവിടുന്ന് എല്ലാ സാധനവും അടിച്ചു പൊടിച്ച് ഒരുപാട് തെറി പറഞ്ഞ്. പിന്നെ നമ്മളെ വീടിൻ്റെ അപ്പുറമുള്ള പിന്നെ ഒരാളെ അടിക്കാൻ നോക്കി. 2 പെൺകുട്ടികളെ മുമ്പ് എന്നെ ഒരുപാട് തെറി പറഞ്ഞു. എന്നിട്ട് പോലും നമ്മളൊരു അക്ഷരം എതിരായി പറഞ്ഞിട്ടില്ല. ഒരുപാട് ആളുണ്ടായിട്ട് പോലെ പിന്നെ എതിർത്തൊന്നും പറഞ്ഞിട്ട് പോലില്ല. എന്നാലെങ്കിൽ നമുക്ക് ജീവിക്കണം എന്നുള്ള ഇതുകൊണ്ട് നമ്മളവരോട് എതിർത്ത് നിന്നിട്ടില്ല. പക്ഷെ നമുക്കും ജീവിക്കണ്ട ഇവിടെ. ഇന്നലെ 5 മണിക്കാണ്. അതിന് ശേഷം അവനെ ആരോ വിളിച്ച് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയതിന് ശേഷം പിന്നെയും തിരിച്ചു വന്നിട്ട് പിന്നെയും പറഞ്ഞു ഇത് രാത്രി മൊത്തം പിന്നെ കത്തിക്കും, ഇത് വെപ്പിക്കൂലെന്ന് പറഞ്ഞ്. പിന്നെ ഓനോടുള്ള ആൾക്കാരും വന്ന് പറഞ്ഞ് ഇത് ഒരു സാധനം ഞങ്ങൾ ഇവിടെ ഉണ്ടാവില്ല, എല്ലാം കത്തിപ്പിക്കും, ഇവിടെ ഒന്നും ഇവിടെ ഉണ്ടാവുകയില്ല എന്ന് മറ്റ് ഓരും ഭീഷണിപ്പെടുത്തിയിട്ട് പോയി. നമുക്ക് ഇവിടെയുള്ള ആൾക്കാർക്ക് പേടിയുണ്ട് ഇവിടെ നിൽക്കുക. എന്ന് വെച്ചാൽ ഓലെ വധഭീഷണി പോലെയല്ലേ പറയുന്നത്, നിൽക്കാൻ സമ്മതിക്കൂല, പിന്നെ കത്തിച്ചളിയുന്നല്ലോ. എനിക്ക് സത്യത്തിൽ എനിക്കും എൻ്റെ മക്കൾക്കും ഇവിടെ ജീവിക്കാൻ പേടിയുണ്ട്. എന്ന് വെച്ചാൽ ഇവരെന്തൊക്കെ ചെയ്യുമെന്നുള്ള പേടിയിൽ നമുക്ക് വധഭീഷണിയുണ്ട്. ആ ഗുണ്ടകളെ പോലെ വന്നിട്ട് വധഭീഷണിയാക്കാം. അപ്പം നല്ലവരായ കുറച്ച് ആളുണ്ടായിട്ട് ഓലെ എതിർത്തുകൊണ്ട് നമുക്ക് ആർക്കും അടി കിട്ടിയില്ല, അല്ലെങ്കിൽ നമുക്ക് അടി കിട്ടേണ്ടതായിരുന്നു. അങ്ങനെ വധഭീഷണി പോലെ വന്നിട്ട് പറയുന്നത് നമുക്കിവിടെ ഓലെ ഇടയിൽ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്.